hello, welcome back to my channel. So, ഫസ്റ്റ് ഞാൻ ഒരു റിബൺ പോലത്തെ പണ്ടൊക്കെ നമ്മൾ റിബൺ കെട്ടാറുണ്ടല്ലേ, നമുക്ക് റിബൺ മസ്റ്റ് ആയിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോ ഇതെന്ന് പറഞ്ഞ ഒരു റിബൺ ആണ്. ഇത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ കെട്ടാറുണ്ട് കേട്ടോ. എൻ്റെ കൊച്ചു കുഞ്ഞുണ്ട്, എൻ്റെ മോളുടെ തലയിലൊക്കെ ഞാൻ കെട്ടാറുണ്ട്. ഹെയർ ബോ ആയിട്ടും പിന്നെ ഒരു പാർട്ടിക്ക് പോവാണെങ്കിലും പുറത്ത് പോവാണെങ്കിലും ഒക്കെ പോണിട്ടയിൽ കെട്ടും. അതിങ്ങനെ നമ്മൾ പോണിട്ടയിൽ കെട്ടുമ്പം ഇങ്ങനെ ചെയ്തിട്ട് ഇത് താഴേക്ക് രണ്ട് സൈഡിലേക്ക് കിടക്കും. ഇപ്പം എൻ്റെ നീളമുള്ള മുടിയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ എടുത്ത് മുകളിലേക്ക് കൊടുത്ത് ബോ ആക്കാം, അക്കോർഡിംഗ് ടു ഡ്രസ്. അതാണ് ഇപ്പം നമ്മൾ കുർത്തി ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഒരു കഴിവനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബോയായിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടാൻ പറ്റും, മനസ്സിലായോ? യെസ്. അപ്പം ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് വേറൊരു ബോ വെച്ച്, നമ്മൾ കറുത്ത ബോ വെച്ച് ഒരു മുടി കെട്ടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് പിൻ ചെയ്ത് വയ്ക്കാൻ പറ്റും, മനസ്സിലായോ? പിന്നെ ഇത് ഞാൻ പറഞ്ഞ ബോ ആയിട്ട് യൂസ് ചെയ്യാം, പോണിട്ടയിൽ യൂസ് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ. ഇത് നിങ്ങളുടെ കൈ കിട്ടുന്ന നിങ്ങളുടെ കഴിവ് എങ്ങനെ അനുസരിച്ചിരിക്കും. സോ ഞാൻ പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര ഭംഗിയാണ്. പേൾ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് അതിൽ സ്റ്റോൺ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. മീഷോയിൽ നിന്ന് വാങ്ങിച്ച എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു കറുപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാവുന്ന രീതിയിൽ നമുക്ക് നോക്കി വേണേൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഇത്ര ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്, ഞാൻ ഒരുപാട് യൂസ് ചെയ്തതുമാണ്. റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഭയങ്കരമായിട്ടും വർത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ കൂടെ സോൾട്ട് കുർത്തയുടെ കൂടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര രസമാണ്. ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. അതിന് ഫിൽറ്റർ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പിക്ചർ കിട്ടണമല്ലോ. അതാണ് ഇതിൻ്റെ കളറ്. ഇത് ഇങ്ങനെ വരും. ഇതിപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ചില സാധനങ്ങൾ പെട്ടെന്ന് അൺഅവൈലബിൾ പിന്നെ വരാത്തൊരു രീതിയിലേക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കായി പോകുന്നുണ്ട്. സോ ഇങ്ങനെയാണിത് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ ഒരു വൈറ്റ് ഷർട്ടിന് വേണ്ടി മേടിച്ച മീഷോയിൽ വൈറലായിട്ടുള്ള, ഈവൻ നമ്മുടെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു പീസാണ് ഇത്. വളരെ പരിചിതമായിട്ടുള്ള പീസാണ്. പക്ഷെ മീഷോയിലാണ് വിലക്കുറവിൽ കിട്ടുന്നത്. ഇത് ഞാനങ്ങനെ ബ്രാൻഡിനൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇനിയിപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സോ ഇതിങ്ങനെ വന്നിട്ട് ഇതിന് നിറം ഒന്നും പോയിട്ടില്ല കേട്ടോ. ഇത് ഇങ്ങനെ ചെയിൻ ഡീറ്റെയിലുമായിട്ട് വന്നിട്ട് ഇങ്ങനെയാട്ടോ വരുന്നത്. കണ്ടോ, ഭയങ്കര രസമാണ്. ഈ കാണുന്ന പോലെയൊക്കെ തന്നെ, വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റിങ്ങിൻ്റെ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ്. നമുക്കിപ്പം ഇതിൻ്റെ കൂടെയൊന്നും പോകത്തില്ല. ഇത് നമുക്ക് സെറ്റ് സാരിയുടെ, ഇപ്പോൾ ഓണക്കാലമൊക്കെ വരുമല്ലേ, അപ്പോൾ സെറ്റ് സാരിയുടെ കൂടെ ഒറ്റ പീസ് മതി എന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പറഞ്ഞില്ല, ഞാനിപ്പോൾ എന്ത് പറഞ്ഞാൽ എൻ്റെ ഐഡിയയിൽ വരുന്ന എല്ലാ ഔട്ട്ഫിറ്റിൻ്റെയും കാര്യം ഞാനത് പറയാറുണ്ടല്ലേ. അപ്പോൾ അതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് മേടിച്ച ഒരു നഷ്ടമില്ല കേട്ടോ. ഇത് പല രീതിയിൽ, ഇപ്പോൾ വൈറ്റ് ഷർട്ട് ഇട്ടു, നമുക്കിപ്പോൾ ഇത് മതി. ഒരു ചെറിയൊരു സ്റ്റഡും കൂടെ ഉണ്ടെങ്കിൽ തീർന്നു കാര്യം. കയ്യിലൊരു വാച്ചുണ്ടോ, ഒരു ഗോൾഡൻ വാച്ചാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ വാച്ച് ഒന്നും വേണ്ടേ, ഇതിങ്ങനെ ഇട്ട് നമ്മളൊരു വൈറ്റ് ഷർട്ടോ അല്ലെങ്കിൽ ഈവൻ ഓഫീസ് വെയർ ആയിട്ട് പോലും ആൾക്കാരത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് എന്നോട് കണ്ടിട്ട് പലരും ചോദിച്ച ഒരു പീസാണിത്. സോ ഇതും 200 താഴെ വരുന്നൊരു പീസാണ്, അത് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ വരുന്നത് പാർട്ടി വെയറിൻ്റെ ഒരു പീസാണ്. ഇതും തലയിൽ കെട്ടുന്ന ഒരു പീസാണ്. ഇതും അതെ, ഇതെൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. എൻ്റെ മുടിക്ക് ഇതിലും നീളവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കിത് മാച്ചായിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്കിഷ്ടമാണ്, ഞാൻ യൂസ് ചെയ്യും. ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഒരു ഗോൾഡൻ ഞാൻ മേടിച്ചിട്ട് ഇതിൻ്റെ എനിക്ക് കിട്ടിയത് ഒരു ചെമ്പിൻ്റെ കളറാണ്, ഒരു റോസ് ഗോൾഡ് കളറാണ് എനിക്ക് കിട്ടിയത്. സോ അപ്പം അവർക്കിങ്ങനെ പോണിട്ടയിലൊക്കെ കെട്ടി വെച്ചു കൊടുക്കാം, പാർട്ടിക്ക് വെച്ചു കൊടുക്കാം. അവിടെ ഒരു ഡാൻസിന് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാനൊരു കല്യാണത്തിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബ്രദറിനിലൂടെ കല്യാണത്തിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സോ അവരെല്ലാം ചോദിച്ചതാണ്. സോ പലരും നമ്മൾ പറയുമ്പോഴാണ് മീഷോയിൽ ഇത്രയും കുറേ കളക്ഷൻസ് ഉണ്ടെന്നും സ്റ്റോഴ്സ് ഉണ്ടെന്നും മനസ്സിലാവും. നമ്മൾ സ്റ്റോർ നോക്കി വാങ്ങിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റിട്ടേൺ അടിക്കുക, ചിലപ്പം നമുക്ക് ആ പൈസ കിട്ടും എന്നല്ലാതെ, കൊടുത്ത പൈസ കിട്ടുന്നല്ലാതെ നമുക്ക് വേറൊരു ഇതുണ്ടാവത്തില്ല. ഇതാണേ കേട്ടോ. നമുക്കിപ്പം എല്ലാം കൂടി എടുത്ത് കെട്ടിയിട്ടാണ് നമുക്ക് ആ നടുക്ക് വയ്ക്കാം. നമ്മൾ ബൺ കെട്ടിയിട്ട് നടുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നിയിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ നടുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ താഴെ വയ്ക്കാം.
പിന്നെ കുറേ സ്റ്റൈലിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എക്സ്പെഷ്യലി നമുക്കിത് ഒരുപാട് ഉപയോഗപ്പെടും കേട്ടോ. സോ ഇതിൻ്റെ കൂടെ ജിമുക്ക ഇതുപോലെയുള്ള ജിമുക്ക, ഇതുപോലെ തന്നെയുള്ള ജിമുക്ക നമുക്ക് പെയർ ചെയ്യാം. സോ ഇറ്റ്സ് സോ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണുമ്പോൾ കണ്ടോ ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. ഒരു ട്രഡീഷണൽ കേരള വർക്ക്, കേരള സാരിയുടെയൊക്കെ കൂടെ പോകുന്ന അടിപൊളി ഒരു ഇതാണ്. ഇത് 250 അറൗണ്ട് വന്നിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വില കുറയാനാണ് ചാൻസ്. ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹെയർ ബാൻഡ്, ഹെയർ ആക്സസറി, ചെറിയ ചെറിയ എൻ്റെ കയ്യിലുള്ള ഞാൻ മേടിച്ച ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു മീഷോ ഹോള്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ എല്ലാവരും സന്തോഷമായിട്ട്, ഹാപ്പി ആയിട്ട്, ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇനിയും പാർട്ടുകളുണ്ടാവും. മീഷോ ഡ്രസ്സ്, അജിയോ സെയില് എല്ലാം വരുന്നുണ്ട്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ഫ്രം ഷാലൂസ് ബാഗ് ഓഫ് സ്റ്റൈൽ. ബൈ.